വേണ്ട മോളെ, ഇത് ചേച്ചിയുടെ മാത്രം വിധിയ. അത് ചേച്ചി തന്നെ അനുഭവിച്ചോളാം. നിങ്ങൾക്ക് ആർക്കൊരു ഭാരമാവാതെ ഞാൻ. ആർക്കും ആരും ഒരു ഭാരമല്ല ചേച്ചി. അങ്ങനെ കരുതുന്നതാ തെറ്റ്. ചേച്ചി എടുത്തു ചാടി എന്തെങ്കിലും പ്രവർത്തിച്ച നമ്മുടെ അച്ഛനത് താങ്ങാൻ പറ്റൂ? അമ്മയ്ക്ക് പറ്റൂ? അങ്ങനെ എല്ലാവരും വിഷമിപ്പിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചേച്ചി ചെയ്തു. ഞാൻ എന്ത് വേണം മോള് പറ, ഞാൻ എന്ത് വേണം? ഇപ്പൊ വേണ്ടത് സ്വയം നിയന്ത്രിക്കുക. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. എന്നിട്ട് അച്ഛനെ ചെന്നൊന്ന് ആശ്വസിപ്പിക്കണം. ഇപ്പൊ ചേച്ചിക്ക് മാത്രമേ അതിന് കഴിയൂ. അല്ലെങ്കിൽ അച്ഛൻ അച്ഛൻ കരയാണോ? എന്നെ കുറിച്ച് ഓർത്ത് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട. എനിക്കൊരു സങ്കടവും ഇല്ല അച്ഛ. സത്യം, എനിക്കൊരു സങ്കടവും ഇല്ല. ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നേ മോളെ? അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്നിട്ടും എന്നെ മനസ്സിലാക്കാതെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ എന്നെ കാണാൻ ശ്രമിച്ചു. അതനുസരിച്ച് പെരുമാറി. സ്നേഹത്തിന് പകരമായിട്ട് വെറുപ്പും അവഹേളനവും മാത്രം കിട്ടി. എല്ലാം സഹിച്ച് ഇത്ര നാളും ഞാൻ ജീവിച്ചു. ഞാൻ കാരണം ആരും വേദനിക്കാതിരിക്കാൻ. പക്ഷേ ഇനിയും എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. മോൾ എന്താ പറഞ്ഞു വരുന്നത്? ഒരു ബന്ധത്തിന്റെ പേരിലും ആരുടെ അടിമയായിട്ട് ജീവിക്കാൻ ഇനി ഞാൻ തയ്യാറല്ല. അച്ഛൻ പറഞ്ഞല്ലോ, ഇങ്ങനൊരു ബന്ധത്തിന് പോകുന്നതിന് മുമ്പ് കൂടുതലൊന്നും ആലോചിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന്. അതൊരു തെറ്റായി പോയെന്നും. പക്ഷെ അങ്ങനെ ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ മാത്രമായുള്ളൊരു സാഹചര്യം ആയിരുന്നില്ലല്ലോ ഞാനായിട്ടന്നുണ്ടാക്കിയത്. വെറുതെ വരുത്തി വെച്ചൊരു പേരുദോഷം, അതിന്റെ മാനക്കേട്. അങ്ങനെ നോക്കിയ തെറ്റ് അച്ഛന്റെ ഭാഗത്തല്ല, എല്ലാത്തിനും ഞാനായിരുന്നു കാരണം. എല്ലാത്തിന്റെ തുടക്കവും അവിടെ മുതലായിരുന്നു. പക്ഷെ
സുഖേട്ടനെങ്കിലും അതൊക്കെ മനസ്സിലാക്കുന്ന ഞാൻ കരുതി. അവിടെ എനിക്ക് തെറ്റുപറ്റിയത്. എനിക്ക് വേണ്ടി സുഖേട്ടൻ വലിയൊരു ത്യാഗം ചെയ്തെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാം മാനഹാനി മറന്ന് എനിക്കൊരു ജീവിതം തന്നപ്പോ ഒരുപാട് സന്തോഷിച്ചു ഞാൻ. ബഹുമാനം തോന്നി സുഖേട്ടനോട്. സ്നേഹിച്ചു ഞാൻ, എന്നെക്കാളും എന്റെ ജീവനെക്കാളും അധികമായിട്ട്. എപ്പോഴേക്കോ എല്ലാം തകർന്നു വീഴുന്നു അറിഞ്ഞപ്പോഴും പിടിച്ചു നിന്നു ഞാൻ. സഹിക്കാവുന്നതിലപ്പുറം സഹിച്ചു. പക്ഷെ ഇനി എനിക്ക് വയ്യ. മനസ്സുകൊണ്ട് പോലും ഞാൻ ആ മനുഷ്യനെ വഞ്ചിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല. എന്നിട്ടും എന്നെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളെ ഇനി എനിക്ക് വേണ്ട. എന്തൊക്കെയാ നീ പറയുന്നേ? അതെ അച്ഛാ, എന്റെ മനസ്സിനെ കുത്തി നോവിച്ചപ്പോഴും ഇവിടെയുള്ള എല്ലാവരെയും പറ്റി വേണ്ടാത്തത് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ സഹിച്ചതാ. പക്ഷെ എന്റെ കുഞ്ഞിനെ തള്ളി പറയുന്ന ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് വേണ്ട. ചേച്ചി, ചേച്ചി ഇപ്പൊ എന്താ പറഞ്ഞെന്ന് നിശ്ചയമുണ്ടോ? ഉണ്ട്. എല്ലാം ആലോചിച്ചിട്ടാണോ ചേച്ചി പറഞ്ഞത്? ആലോചിച്ച് തന്നെയാ. ജീവിതത്തെക്കുറിച്ച് എന്നെക്കാൾ നന്നായി അറിയാവുന്നത് ചേച്ചിക്കാ. പ്രായം കൊണ്ടും പക്വത കൊണ്ടും അനുഭവം കൊണ്ടും എല്ലാം. എന്നാലും പറയാ, പെട്ടെന്ന് തോന്നുന്ന ഒരു ദേഷ്യത്തിൽ പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒന്നും വിവേകത്തിന്റെ പിൻബലം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതൊന്നും ശരിയായിരിക്കണമെന്ന് നിർബന്ധവുമില്ല. ജീവിതം ചേച്ചിയുടേതാ. എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടതും ചേച്ചിയാ. പക്ഷെ വെറും ഒരു വാശിയുടെയോ ദേഷ്യത്തിന്റെയോ പേരിലുള്ള എടുത്തുചാട്ടം ആവരുത് നമ്മുടെ തീരുമാനങ്ങൾ. ഇനി ചേച്ചിക്കൊരു കുഞ്ഞു പറക്കും. അതിനെക്കുറിച്ച് ആലോചിച്ചോ? അതിന്റെ ഭാവിയെക്കുറിച്ച്? ഇപ്പൊ കൂടുതൽ ആലോചിക്കുന്നത് പിറക്കാൻ പോകുന്ന എന്റെ കുഞ്ഞിനെ കുറിച്ച് തന്നെയാ. കാരണം ഇനി അതിന് ഞാനേ ഉള്ളൂ. ജനിക്കും മുമ്പേ അതിനെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ അതിനച്ഛൻ. അതുപോലൊരു ക്രൂരത എന്തായാലും എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ. ഞാൻ വളർത്തും, എന്റെ മാത്രം കുഞ്ഞായിട്ട്. അവിടെ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാനാ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ജനിക്കും മുമ്പേ അതിനെ ഉപേക്ഷിച്ചിട്ട് പോയില്ലേ അതിനച്ഛൻ. അതുപോലൊരു ക്രൂരത എന്തായാലും എനിക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ. ഞാൻ വളർത്തും, എന്റെ മാത്രം കുഞ്ഞായിട്ട്. അവിടെ ഒരു തടസ്സം ഉണ്ടാവാതിരിക്കാനാ ഇങ്ങനൊരു തീരുമാനം ഞാൻ എടുത്തത്. എന്നാലും നമ്മളൊക്കെ ഇത്രയും പറഞ്ഞിട്ടും അവളെ കൂടെ പൊറുപ്പിച്ചവൻ ഇപ്പൊ ഇത് ചെയ്യാൻ എന്താ കാരണമെന്നാ? നാടകമല്ലേ? ഭാര്യയും ഭർത്താവും കൂടെ ഞങ്ങൾക്ക് തരാനുള്ള കാശ് തരാതിരിക്കാനുള്ള നാടകം. ഭാര്യ വീട്ടിൽ കൊണ്ടാക്കിയെന്ന പേരും പറഞ്ഞ് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തരാതിരിക്കാലോ? ആരുമില്ലേ ഇവിടെ? ഓ, വരുന്നുണ്ട്. ഇവിടെ ആരുമില്ലേന്ന്. എടാ, എവിടെ അവള്? ആര്? ആരെന്നോ? ഇവിടെ നീ വിളിച്ചിറങ്ങിക്കൊണ്ടുപോയ നിന്റെ ഭാര്യ. ഭാര്യ? എനിക്ക് അങ്ങനെ ഒരു ഭാര്യ ഇല്ല. ആ, പിന്നെ ഞാൻ ഇവിടുന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയ പെണ്ണ്, അതായത് വെറും ഒരു പെണ്ണ്. അവളെ ഞാൻ അവളുടെ തന്തയുടെയും തള്ളയുടെയും വീട്ടിൽ കൊണ്ടാക്കി. ഇനി എനിക്ക് അവളെ വേണ്ട. ആളിയൻ എന്തൊക്കെ വിഡിത്തരായി പറയുന്നേ? എന്ത് കാര്യത്തിന് അവളെ വീട്ടിൽ കൊണ്ട് വിട്ടത്? ഞാൻ പറഞ്ഞില്ലേ ഇനി എനിക്ക് അവളെ വേണ്ടാന്ന്. എന്ന് നീ മാത്രം അങ്ങ് തീരുമാനിച്ച മതിയോ? ഒന്നില്ലെങ്കിലും അവളിപ്പോ ഗർഭിണിയാ. അതെങ്കിലും ഒന്ന് ഓർക്കാരുന്നില്ലേ? ആ, അതുകൊണ്ടാ തീരുമാനം ഇങ്ങനെ ആവാന്ന് വെച്ചത്. ആ, തുറന്നു പറയളിയാ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. സാക്ഷാൽ ദൈവം തമ്പുരാ വിചാരിച്ചാൽ പോലും തീർക്കാൻ വയ്യാത്ത പ്രശ്നം. അപ്പൊ പിന്നെ ഈ അളിയിൽ അറിഞ്ഞിട്ട് എന്താ കാര്യം? എന്ത് പ്രശ്നമായാലും അവളെ ഇപ്പൊ വീട്ടിൽ കൊണ്ടുവിടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം ഉണ്ടോ ഇല്ലേ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും.
എന്തിനാ പിന്നീടാക്കുന്നത്? എന്താന്ന് വെച്ചെന്ന് എനിക്ക് ഇപ്പൊ പറഞ്ഞൂടെ? എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് അവള് മാത്രം അങ്ങനെ സ്വസ്ഥമായി ജീവിക്കണ്ട. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാൽ മതി. അഴിമാറ്. അളിയാ, എന്തായാലും അളിയൻ കാണിച്ചൊരു വിഡിത്തരം തന്നെ. സന്ധ്യ വരെ വെള്ളം കോരിട്ട് സന്ധ്യ ആയപ്പോ കുടവിട്ട് ഉടച്ചു എന്ന് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം ഒരുവിധം ഭംഗിയായിട്ട് വരികയായിരുന്നു. അപ്പോഴളിയ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത്. നഷ്ടം ആർക്കാ? ഞങ്ങൾക്ക്. എനിക്കില്ലാതെ എന്ത് നഷ്ടാ നിങ്ങൾക്ക്? അളിയ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. അളിയനീ കളിക്കുന്ന നാടകമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. തരാനുള്ള കാശ് തരാതിരിക്കാനല്ലേ അളിയെ ഭാര്യയെ കൊണ്ട് വീട്ടിലാക്കിയത്. ഓ, കാശ് 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 കേട്ട് കേട്ട് മടുത്തു ഞാൻ. നിങ്ങൾക്കൊക്കെ പ്രശ്നം എന്റെ ജീവിതമല്ല, കാശാ. അതെ, എനിക്ക് പ്രശ്നം കാശ് തന്നെ. എങ്കിൽ ആ കാശ് തരാൻ എനിക്ക് മനസ്സില്ല. എന്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഇയാൾ വാങ്ങിച്ചോ? അളിയനൊന്ന് നിന്നേ. കാര്യം പറയുന്നതിന് അങ്ങ് പോയാലോ? വിടറാ. എനിക്ക് പറയാനുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു. തരാൻ എന്റെ കയ്യിൽ കാശില്ല. ഉണ്ടെങ്കിലും തരില്ല. എങ്കിൽ ഞാനത് വാങ്ങിക്കൂടാ. കാശിന്റെ കാര്യം പറഞ്ഞു പഠിക്കാതെ കയറി പോലും. നീ ഇറങ്ങിക്കോടാ. എന്റെ കയ്യിൽ കാശില്ല. നിനക്കൊന്നും തരാൻ. നിനക്കൊന്നും തരാൻ എന്റെ കയ്യിൽ കാശില്ല. കാണണ്ട എനിക്ക് ഒറ്റെണ്ണത്തിന്. പോയിക്കോ, എല്ലാരും പോയിക്കോ. ആരും വേണ്ട എനിക്ക്. ഞാൻ തരിച്ച ഞാൻ ഈ ഭൂമിയിൽ. കല്യാണം പോയി, എല്ലാരും അയ്യോ, എന്താ മോളെ നീ ഇത്ര ആലോചിച്ച് കൂട്ടുന്നേ? എന്റെ മോളൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. എല്ലാത്തിനും ഈശ്വരൻ ഒരു വഴി കാണിച്ചു തരും. ഈശ്വരൻ? എനിക്കിപ്പോ ഒരു വിശ്വാസമില്ല അമ്മ പറയുന്ന ഈശ്വരന്. എത്ര കണ്ണീര് കണ്ടാലും തൃപ്തി വരില്ല ഈശ്വരന്. ഈശ്വരനെ നിന്നിച്ച് സംസാരിക്കല്ലേ മോളെ. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിനാ ഞാൻ അനുഭവിക്കുന്നേ. സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഞാൻ സുഖേട്ടനെ, എന്റെ ജീവനേക്കാളും. എന്നിട്ട് എന്താ ഞാൻ നേടിയത്? ഏതൊരു പെണ്ണിനെ പോലെ ഞാനും സ്വപ്നം കണ്ടിരുന്നു സന്തോഷം നിറഞ്ഞൊരു കുടുംബജീവിതം. വിവാഹത്തിന്റെ അന്ന് തന്നെ എന്റെ ആ സ്വപ്നങ്ങളൊക്കെ തകർന്നു. എന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ചു അങ്ങനൊന്നും ഇനിയും ഉണ്ടാവുമെന്ന്. അതിനുവേണ്ടി കാത്തിരുന്നു. ഒടുവിൽ ഗർഭിണിയാണെന്ന് അറിയുമ്പോഴെങ്കിലും സ്നേഹം നിറഞ്ഞൊരു ഭർത്താവായിട്ട് സുഖേട്ടനെ കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതി. കിട്ടാതെ പോയ സ്നേഹം മുഴുവൻ ഒന്നിച്ച് കിട്ടുമെന്ന് ഞാൻ വ്യാമോഹിച്ചു. എന്നിട്ട് കിട്ടിയല്ലോ, സ്നേഹം മുഴുവനും കിട്ടി. സുഖേട്ടനെ മാത്രമല്ല, ആ വീട്ടിലുള്ളവരുടെ എല്ലാം. അമ്മയുടെ പ്രാർത്ഥനയെങ്കിലും ഈശ്വരൻ കേൾക്കുമെങ്കിൽ ആ ഈശ്വരനോട് കരഞ്ഞൊന്ന് പ്രാർത്ഥിക്കും. ലോകത്ത് മറ്റൊരു പെണ്ണിനും ഇങ്ങനൊരു ദുർവിധി കൊടുക്കരുതെന്ന്. കല്യാണി, എന്താ? ഞാൻ ചത്തു കിടക്കാന്ന് വിചാരിച്ചിട്ടാണോ വിളിക്കായിരുന്നത്? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. എനിക്ക് ഓഫീസിൽ പോണ്ടേ? അയ്യോ, അമ്മ അത് ഓർത്തില്ല മോനെ. കുറെ നേരം കൂടി കിടന്നോട്ടേന്ന് ഞാൻ വിചാരിച്ചു.
രാത്രി കുറെ കഷ്ടപ്പെട്ടതല്ലേ? കുടിച്ചിലേക്കില്ല, 4 കാലിൽ വന്നു, ഇവിടെയുള്ളവരെ കടിച്ചിറക്കി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഇന്നലെ മോൻ ചെയ്തു. എന്താ പരിഹസിക്കുക? അല്ല, അമ്മ മോനെ പുകഴ്ത്തി പറയുന്നതല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ മോനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ പലതും ചെയ്യും. ചെയ്തോ? ആര് പറഞ്ഞു വേണ്ടാന്ന്? എല്ലാവരും അറിയട്ടെ മോനെ സ്വഭാവ ഗുണങ്ങള്. ഇനിയിപ്പോ എന്താ അറിയാനാ? ആവശ്യത്തിലധികം എല്ലാരും അറിഞ്ഞു കഴിഞ്ഞല്ലേ. അതുകൊണ്ട് ഇനി എന്തു ആവാന്നോ? അതാണോ നിന്റെ ഉദ്ദേശം? എനിക്കങ്ങനെ പല ഉദ്ദേശങ്ങളും കാണും. അതൊന്നും വിശദീകരിക്കാൻ എനിക്കിപ്പോ സൗകര്യമില്ല. വേണ്ടടാ, നീ ചെയ്തു കൂട്ടുന്നതിനെല്ലാം ഞാനും നിന്റെ പെങ്ങന്മാരും അനുഭവിച്ചോളാം. ഭാര്യയെ വിളിച്ചിറക്കി അവളുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്ക്, കുടിച്ച് ലെക്കില്ലാവുന്ന അളിയനെയും പെങ്ങളെ അടിച്ചിറക്ക്. ഇനി എന്നാടാ എന്നീ 2 മക്കളെ നീ ഇവിടുന്ന് അടിച്ചിറക്കുന്നത്? അങ്ങനെ ഒരു അവസ്ഥ ആരും ഉണ്ടാക്കാതിരുന്നാ മതി. എല്ലാരും കൂടി എന്നെ അങ്ങനെ ഭ്രാന്ത് പിടിപ്പിച്ചാ എനിക്ക് ചിലപ്പോ അതും ചെയ്യേണ്ടി വരും. സുഖു, എന്റെ ജീവിതം എന്നെ കുട്ടിച്ചോറാക്കിയപ്പോ എല്ലാവർക്കും തൃപ്തിയായില്ലേ? ഈ കുടുംബത്തിന് വേണ്ടി ജീവിച്ചിട്ടിപ്പോ എന്റെ ജീവിതം തകർന്നില്ലേ? മതി. ഇനി എനിക്ക് ആരുടെ ഉപദേശമോ നിയന്ത്രണമോ ഒന്നും വേണ്ട. എനിക്ക് തോന്നിയ പോലെ ഞാൻ അങ്ങ് ജീവിക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം ഉണ്ടാവുന്നെങ്കിൽ അതങ്ങ് സഹിച്ചാ മതി. മോനെ, എന്താ അമ്മേ? നീ എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ആണോ? എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നിയത്? പെട്ടെന്ന് തോന്നിയതല്ല, കുറച്ച് ദിവസമായി ആലോചിക്കുന്നു. ഡാഡി ഇല്ലെന്ന കാരണം കൊണ്ട് ഓഫീസ് കാര്യങ്ങൾക്കൊന്നും ഒരു വീഴ്ച വരാൻ പാടില്ലെന്ന് തോന്നി. പഴയതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഡാഡിയോളം എഫിഷ്യൻ്റ് ആവാൻ കഴിഞ്ഞില്ലെങ്കിലും എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്യാം. നന്നായി ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അന്ന് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോ നീ വ്യക്തമായ മറുപടിയൊന്നും തരാതിരുന്നതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. പക്ഷേ ഇപ്പൊ മമ്മിക്ക് സന്തോഷായി. ഒന്നേ മമ്മിക്ക് പറയാനുള്ളൂ, കച്ചവടത്തിൽ ഡാഡിയുടെ വഴിയെ തന്നെ നീയും പോകരുത്. ആരുടെയും മുഖം നോക്കാതെയും ഒരാളുടെയും കണ്ണീരിന് വില കൊടുക്കാതെയുമായിരുന്നു നിന്റെ ഡാഡി ബിസിനസ് കൊണ്ടുപോയിരുന്നത്. അവിടെ എല്ലാവരെയും എതിരാളികളായിട്ടേ ഡാഡി കണ്ടിട്ടുള്ളൂ. ഒരർത്ഥത്തിൽ അതിന് മമ്മിയും കൂട്ടുതന്നിരുന്നു. എന്നിട്ടൊടുവിൽ ഡാഡി ഒന്നും നേടാതെ പോയില്ലേ? അതാ മമ്മി ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. നീ ആ വഴിക്ക് പോകരുത്. ജീവിക്കാനുള്ളത് ഡാഡിയായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിലനിർത്താൻ മാത്രം നീ ശ്രമിച്ചാ മതി. നിന്നെ സഹായിക്കാൻ ഇനി മുതൽ ശിവനും ഉണ്ടാവും. എനിക്ക് ആരുടെയും സഹായം വേണ്ട. പ്രത്യേകിച്ച് ഇവന്റെ തരം കിട്ടിയ എന്നെ പിന്നിന്ന് കുത്താൻ പോകാൻ മടിക്കില്ല. പിന്നെ മമ്മി പറഞ്ഞില്ലേ ഡാഡിയുടെ ബാധ പിന്തുടരുന്നു. അതനുസരിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് പോകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് ഡാഡി മുന്നിൽ തെളിച്ചിട്ട് പോയ വഴിയാണ്. എനിക്ക് വളരണം. ആ വളർച്ച കണ്ട് അങ്ങ് സ്വർഗത്തിലിരുന്ന് എന്റെ ഡാഡി സന്തോഷിക്കണം. അതിന് എന്റെ മുന്നിൽ എന്ത് തടസ്സമുണ്ടായാലും തട്ടി നീക്കും ഞാൻ. പിന്നെയും ഒരു കണക്കുകൂടി ബാക്കിയുണ്ട്. എന്റെ ഡാഡിയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ. എന്റെ ഡാഡിയെ കൊന്നവനെ, ആ കിച്ചുവിനെ എനിക്ക് വേണം. ഇപ്പൊ അവൻ റിമാൻഡില്ല, സബ് ജയിലിൽ. കോടതി അവനെ വിധിക്കുന്ന ജയിലായാലും ഞാൻ അവന് വിധിക്കുന്ന ശിക്ഷ മരണമാണ്.